വിശദമായ വാർത്തകൾ നോക്കാം. ഇടുക്കിയിലെ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇന്ത്യയുടെ സംസ്കാരം അല്പസമയത്തിനകം നടക്കും. ചടങ്ങുകൾക്കുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. അതേസമയം വന്യമൃഗ ആക്രമണത്തിൽ നടപടി വേണമെന്നാവശ്യപ്പെട്ട് വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. വിവരങ്ങളുമായി ബിനീഷ് ആന്റണിയുണ്ട്. ബിനീഷ്, മൃതദേഹ സംസ്കാര ചടങ്ങുകൾ എത്രമാത്രമായിട്ടുണ്ട്? എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? പ്രതിഷേധം എങ്ങനെ ഉയരുന്നു? നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് വലിയ പ്രതിഷേധം ഉണ്ടാകുമെന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? വലിയ സംസ്കാര ചടങ്ങുകൾ ആരംഭിച്ചിട്ടുണ്ട്. ഈ പ്രദേശത്തുള്ള എല്ലാ ആളുകളും തന്നെ ഈ വീട്ടുമുറ്റത്തുണ്ട്. വീട്ടുവളപ്പിൽ തന്നെയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. ഏതായാലും ജനപ്രതിനിധികളും എല്ലാം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പ്രതിഷേധം ഒന്നും തന്നെ ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഇല്ലെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ഏതായാലും കഴിഞ്ഞ ദിവസം വലിയ രീതിയിലുള്ള പ്രതിഷേധമായിരുന്നു പല ഭാഗങ്ങളിൽ ഉണ്ടായിരുന്നത്. നേരിമംഗലം അടക്കമുള്ള സ്ഥലങ്ങളിൽ വലിയ പ്രതിഷേധവും ചെറിയ രീതിയിലുള്ള സംഘർഷമെല്ലാം ഉണ്ടായിരുന്നു. ഈ സംഘർഷത്തിന് അയവ് വന്ന് ഇന്നലെ രാത്രി തന്നെ മന്ത്രിമാരെല്ലാം തന്നെ പ്രഖ്യാപിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ധനസഹായമായി 10 ലക്ഷം രൂപയും കൈമാറിയിട്ടുണ്ട്. ഏതായാലും ഇന്ന് പ്രതിഷേധം ഒന്നും ഇല്ലെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു കൂട്ടം ആളുകൾ, മാധ്യമപ്രവർത്തകർ ഇവിടുന്ന് ദൃശ്യങ്ങൾ പകർത്താൻ പാടില്ല എന്ന് ഒരു കൂട്ടം ആളുകൾ എതിർക്കുകയായിരുന്നു. മാധ്യമപ്രവർത്തകരെ അസഭ്യം പറയുകയും ചെയ്തു. തുടർന്ന് ഇവിടുന്നുള്ള മാധ്യമപ്രവർത്തകർ കൂട്ടമായി തന്നെ ഈ ഇവിടുന്ന് ദൃശ്യങ്ങൾ എടുക്കേണ്ട എന്നുള്ള ഒരു ധാരണപ്രകാരം എല്ലാവരും പിൻവാങ്ങിയിട്ടുണ്ട്. ഏതായാലും സംസ്കാര ചടങ്ങുകളെല്ലാം തന്നെ തുടക്കം കൊടുത്തിട്ടുണ്ട്. വലിയൊരു വേദനാജനകമായ ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ നൽകാൻ കഴിയുന്നത്. കാരണം വളരെ പ്രിയപ്പെട്ട ഒരാളായിരുന്നു ഇന്ദിരാചേച്ചി ഇവിടെ എല്ലാവർക്കും. അതുകൊണ്ട് തന്നെ ഈ പരിസരവാസികളെല്ലാം തന്നെ എല്ലാവരും തന്നെ കണ്ണീരോടെയാണ് ഈ വീട്ടുമുറ്റത്ത് നിൽക്കുന്നത്. ജനപ്രതിനിധികൾ എല്ലാവരും വിവിധ ജനപ്രതിനിധികളും സ്ഥലത്തുന്നുണ്ട്. വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവും ഇവിടെ എത്തും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. കോതമംഗലം സന്ദർശിച്ച ശേഷം ഈ വീട്ടിൽ ഈ കുടുംബത്തെ കാണുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ബിനീഷ്, ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ വനം മന്ത്രി എത്തിയാൽ മാത്രമാണ് ഒരു മറ്റ് സമര പരിപാടികൾ അല്ലെങ്കിൽ പ്രതിഷേധ പരിപാടികൾ അവസാനിപ്പിക്കുകയുള്ളൂ എന്നൊരു ഭാഗം അല്ലെങ്കിൽ ഒരു വാദം ഇന്നലെ നാട്ടുകാരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് എന്താണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്? പ്രതിഷേധം ഇന്ന് മറ്റു രീതികളിലൊന്നും ഇല്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് എന്തായിരിക്കും ഈ ഒരു കാര്യത്തിൽ അവരുടെ നടപടി? ഇന്നലെ വനവകുപ്പ് മന്ത്രി അല്ലെങ്കിൽ വനവകുപ്പ് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ സ്ഥലത്ത് എത്തണമെന്നുള്ള ഒരു പ്രതിഷേധം തന്നെ ഉന്നയിച്ചിരുന്നു. എന്നാൽ ഇന്നലെ മന്ത്രി അടക്കമുള്ള ആളുകൾ സ്ഥലത്തെത്തി സംയോജിതമായ ഇടപെടൽ നടത്തിയിട്ടുണ്ട്. കൃത്യമായി കുടുംബത്തിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുമെന്നും അതുപോലെ തന്നെ ധനസഹായമായുള്ള 10 ലക്ഷം രൂപ കൈമാറുകയും ചെയ്യുന്നതായിരുന്നു. പിന്നെ ബാക്കിയുള്ള വനവകുപ്പിന്റെ ഈ പ്രത്യേക ആറാട്ടിയ സംഘത്തെ നിയോഗിക്കും. ആന എവിടെയുണ്ടെന്നുണ്ടെങ്കിൽ ആറാട്ടിയ സംഘത്തെ നിയോഗിച്ച് ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാതിരിക്കാനുള്ള നടപടി സ്വീകരിക്കുന്നതെല്ലാം തന്നെ ഇന്നലെ റോഷി അഗസ്റ്റിൻ, മന്ത്രിമാരെ പി രാജീവ് എല്ലാം തന്നെ വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രതിഷേധത്തിന് വലിയൊരു അയവ് വന്നിരിക്കുന്നത്. ഏതായാലും വളരെ സമാധാനപരമായിട്ട് തന്നെയാണ് ഇപ്പോൾ ഈ നാട്ടുകാരടക്കം ഈ വീട്ടുമുറ്റത്ത് സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയിരിക്കുന്നത്. വിദ്യ.